8 എംപിമാരുടെ സസ്പെൻഷനും ഇന്ത്യ-US വ്യാപാര കരാറും ഇന്നും പാർലമെന്റിനെ പ്രക്ഷുബ്ധമാക്കും. സസ്പെൻഷനിൽ പ്രതിഷേധിച്ച 8 ഇന്ത്യ സഖ്യ എംപിമാർ പാർലമെന്റിന് പുറത്ത് കുത്തിയിരിക്കും. വ്യാപാര കരാറിൽ ഇരുസഭകളിലും വാണിജ്യ മന്ത്രിമാരുടെ പ്രസ്താവന ഉണ്ടായേക്കും. ബി ബാലഗോപാലാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. ബാലഗോപാൽ, ഗുഡ് മോർണിംഗ്. ഇന്നും സഭ പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യത തന്നെയാണല്ലോ. ഈ എംപിമാരുടെ സസ്പെൻഷനുമായി ബന്ധപ്പെട്ട് എന്താണ് ഈ ഇന്ത്യ സഖ്യ എംപിമാരുടെ നീക്കം ഇന്ന്? മോത്തി, ഇന്നും സഭാ നടപടികൾ നടക്കുവാനുള്ള സാധ്യത കുറവാണ് എന്നാണ് പ്രതിപക്ഷ എംപിമാരിൽ നിന്ന് ലഭിക്കുന്ന സൂചന. കാരണം 8 എംപിമാരെ, ഹൈബി ഈഡനും ഡീൻ കുര്യാക്കോസും ഉൾപ്പെടെ കോൺഗ്രസിന്റെ 8 എംപിമാരെ കഴിഞ്ഞ ദിവസം സസ്പെൻഡ് ചെയ്തിരുന്നു. ആ സസ്പെൻഷനുള്ള പ്രതിഷേധം ഉൾപ്പെടെ സഭയ്ക്കുള്ളിലും പുറത്തും നടത്തുവാനാണ് ഇപ്പോൾ പ്രതിപക്ഷ എംപിമാർ തീരുമാനിച്ചിട്ടുള്ളത്. ഈ എംപിമാരുടെ സസ്പെൻഷൻ പിൻവലിക്കണം എന്നതാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. അതുപോലെ തന്നെ ഇന്ത്യ അമേരിക്ക ആണവ വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സഭ ചർച്ച ചെയ്യണമെന്ന്, മറ്റ് നടപടികളെല്ലാം നിർത്തിവെച്ച് സഭ ചർച്ച ചെയ്യണമെന്നും ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വിശദീകരണം ഉണ്ടാകണമെന്നുമൊക്കെയാണ് പ്രതിപക്ഷ എംപിമാർ ആവശ്യപ്പെടുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ ഈ സഭാ നടപടികൾ ഇന്നും നടക്കുവാനുള്ള സാധ്യത കുറവാണ്. ഇന്നലത്തേതിന് സമാനമായ രീതിയിൽ ഇന്നും പ്രക്ഷുബ്ധമായ രംഗങ്ങൾ ഒരുപക്ഷെ സഭയ്ക്ക് ഉള്ളിൽ ഉണ്ടാകുവാനുള്ള സാധ്യതയാണ് ഉള്ളത്. അതേസമയം ഈ വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട് പ്രസ്താവന നടത്തുവാൻ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നുണ്ട്. ഇന്നലെയും കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ സഭയിൽ പ്രസ്താവന നടത്തുവാൻ വേണ്ടി ആലോചിച്ചിരുന്നു. പക്ഷേ ഈ ബഹളം കാരണമായിരുന്നു ആ പ്രസ്താവന നടക്കാതെ പോയത്. ഇന്നലെ തുടർന്നാണ് വൈകിട്ട് അദ്ദേഹം മാധ്യമങ്ങളെ കാണുമ്പോൾ അദ്ദേഹം ഈ പ്രതിപക്ഷത്തെ ശക്തമായി വിമർശിക്കുകയാണ് ഉണ്ടായത്. കാരണം വളരെ പ്രധാനപ്പെട്ട ഈ കരാറിന്റെ വിശദാംശങ്ങൾ രാജ്യത്തെ പാർലമെന്റിലൂടെ അറിയിക്കുവാനായിരുന്നു സർക്കാർ ആലോചിച്ചിരുന്നത്. പക്ഷേ അത് നടക്കാതെ പോയത് പ്രതിപക്ഷത്തിന്റെ നിസ്സഹകരണം കാരണമാണെന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഇന്ന് അതുമായി ബന്ധപ്പെട്ട ഒരു പ്രസ്താവന നടത്തുവാൻ വേണ്ടി പീയൂഷ് ഗോയൽ ശ്രമിച്ചേക്കും. പക്ഷേ ലോക്സഭയിൽ അതെന്തായാലും നടക്കുവാനുള്ള സാധ്യതയില്ല. രാജ്യസഭയിൽ നടക്കുമോ ഇല്ലയോ എന്നതാണ് ഇനി ഏവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ എംപിമാരുടെ ഈ സസ്പെൻഷനിൽ പ്രതിഷേധിച്ച് സഭയ്ക്കുള്ളിലും പുറത്തും ഈ സമരം നടത്തുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ സഭാ നടപടികൾ ഇന്നും നടക്കാൻ സാധ്യതയില്ല എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. മൂത്തി.